അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലെ വിശിഷ്ടരായ അതിഥികൾ, പ്രാസ്ഥാനിക നേതാക്കൾ, മാന്യ സഹോദരങ്ങൾ, മനുഷ്യർക്കൊപ്പം എന്ന എക്കാലത്തെയും പ്രസക്തമായ ഒരു ആശയം മുൻനിർത്തി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന യാത്രയുടെ സ്വീകരണ സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. മനുഷ്യർക്കൊപ്പം എന്നാൽ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും അവരുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയും നമ്മളെല്ലാം ഒരുമിച്ചു ചേരണമെന്ന മഹത്തായ ഒരു സന്ദേശമാണ് അത് ഉൾവഹിക്കുന്നത്. മനുഷ്യരുടെ കൂടെയുള്ള ഈ ജൈവ വ്യവസ്ഥയിലെ മറ്റു ജീവജാലങ്ങൾക്ക്, എല്ലാ ചരാചരങ്ങൾക്ക് വേണ്ടിയും നിലകൊള്ളണമെന്ന പ്രബുദ്ധമായ ഒരു ആശയം. ബയോളജിക്കൽ ഘടനയിൽ മനുഷ്യരായിരിക്കുന്ന എല്ലാ മനുഷ്യരെയും വിളിച്ച് നിങ്ങളെല്ലാം നല്ലവരാകൂ എന്ന, നമുക്കൊരുമിച്ച് നല്ലവരാകാം എന്ന പ്രതിജ്ഞാപൂർണമായ ഒരാശയം ഈ വാക്ക് ഉൾവഹിക്കുന്നുണ്ട്. വിവക്ഷിച്ചു തീർക്കാനാകാത്ത മനുഷ്യൻ എന്ന സാകല്യത്തെ ഏറ്റവും മികച്ച മനുഷ്യനാക്കി നാടിനും സമൂഹത്തിനും ഉപകരിക്കും വിധത്തിൽ അവരെ രൂപപ്പെടുത്തുക എന്ന ദൗത്യം മനുഷ്യ ചരിത്രത്തിൽ എക്കാലത്തും ഇവിടെ സജീവമായി നടന്നിട്ടുണ്ട്. 1,00,000-ലേറെ വരുന്ന പ്രവാചകന്മാർ മുഴുവനും നിർവഹിച്ച ദൗത്യം അതായിരുന്നു. അതിന്റെ പിന്മുറയിൽ വിശുദ്ധരായ പണ്ഡിത നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനവും അതുതന്നെയാണ്. എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഇടപെടുകയും ആ മനുഷ്യരോടൊപ്പം നിലകൊള്ളുകയും ഏറ്റവും ക്ഷേമപൂർണമായ ഒരു സമൂഹം രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ജാഗ്രതയോടെ മുമ്പിൽ നിന്ന് സമൂഹത്തെ നയിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അഭിവന്ദരായ ഉസ്താദ് അവറുകളുടെ മൂന്നാമത്തെ ഈ യാത്രയിലും നമുക്കത് മനോഹരമായി കേരളം ഒന്നാകെ ഏറ്റെടുത്ത ഒരാശയമായി മനുഷ്യർക്കൊപ്പം എന്ന വാക്ക് ഇന്ന് വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ സ്ഫുടം ചെയ്തെടുക്കുക എന്നതാണ് ഈ ആത്മീയ നിഷ്ഠയുള്ള പണ്ഡിതരും പ്രവാചകരും എല്ലാവരും ചെയ്തത്. അതിലേറ്റവും പ്രധാനമായത് മനുഷ്യരുടെ വിശ്വാസമാണ്. ഒരു വിശ്വാസിയായ മനുഷ്യന് അഹങ്കാരിയാകാൻ കഴിയില്ല, സാമൂഹികമായ തിന്മകളിൽ വ്യാപൃതനാകാൻ പറ്റില്ല, മറ്റൊരാളോട് അനീതി കാണിക്കാൻ കഴിയില്ല, അധാർമികതയ്ക്ക് വേണ്ടി സംഘം ചേരാനും അതിനുവേണ്ടി നിലകൊള്ളാനും ആകില്ല. അതുകൊണ്ടാണ് വിശുദ്ധ മതം പഠിപ്പിക്കുന്നത്, വിശ്വാസിയായിരിക്കെ സാമൂഹിക തിന്മകൾ, മദ്യം ഉപയോഗിക്കുക, വ്യഭിചരിക്കുക, മോഷണം നടത്തുക, തട്ടിപ്പറി നടത്തുക, അതിക്രമിക്കുക തുടങ്ങിയ എല്ലാത്തരം സാമൂഹിക തിന്മകളോടും ഒരു വിശ്വാസിക്ക് പൂർണ്ണാർത്ഥത്തിൽ അതിനോട് മാറി നിൽക്കുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമാകുന്നത് എന്നാണ് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ ശരിയായ വിശ്വാസമുള്ള ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിലെ ചേറും ചള്ളിയുമെല്ലാം കഴുകി വൃത്തിയാക്കി ഒരേ സമയത്ത് സൃഷ്ടാവായ അള്ളാഹുവിലേക്കും അതോടൊപ്പം തന്നെ സഹജീവികളായ മനുഷ്യരിലേക്കും തുറന്നു വെക്കുന്ന ഒരു വാതിൽ അവന്റെ മുമ്പിൽ രൂപപ്പെടുന്നു എന്നതാണ് ആ വിശ്വാസത്തിന്റെ കാതൽ. അതുതന്നെയാണ് മതം മുന്നോട്ട് വയ്ക്കുന്ന മനുഷ്യത്വത്തിന്റെ ഏറ്റവും പ്രധാനമായ ആശയവും. അതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടെയാണ്. എങ്ങനെയുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനം? നമ്മൾ തന്നെ നിർമ്മിച്ചുണ്ടാക്കുന്ന, സങ്കല്പിച്ചെടുക്കുന്ന ഏതെങ്കിലും ആശയങ്ങളുടെ, വസ്തുക്കളുടെ, സൃഷ്ടികളുടെ മുമ്പിൽ ബഹുമാനിക്കപ്പെടേണ്ട മനുഷ്യന്റെ ശിരസ് നമിക്കരുതെന്നും സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമാണ് ആ ശിരസ് നമിക്കേണ്ടതും എന്നുമുള്ള ഉജ്ജ്വലമായ മാനവികതയെ പരിഗണിക്കുന്ന ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുന്നോട്ട് വെക്കുന്നത്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നമ്മൾ ആദരിച്ചിട്ടുണ്ട്. ആ ആദരവ് കാത്തു സൂക്ഷിക്കേണ്ടത് മനുഷ്യരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് സാമൂഹിക തിന്മകളുടെ വിഷയത്തിൽ കർശനമായ നിലപാടാണ് മതത്തിനുള്ളത്. ഒരു വിധത്തിലുള്ള സാമൂഹിക തിന്മകളോടും സമരസപ്പെട്ടു പോകാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പൂർണ്ണമായ വിശ്വാസത്തിൽ സാധ്യമല്ല എന്നതുകൂടെയാണ്. എന്നാൽ എതിരഭിപ്രായമുള്ളവരുണ്ട്.
ഇതിൽ പൂർണ്ണതയില്ലാത്തവരുണ്ട്. അവരോട് ഏതെങ്കിലും അർത്ഥത്തിൽ അനീതിയുടെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, കൂനൂ ഖവ്വാമിന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളണം. നിങ്ങൾ നീതിയുക്തമായി നീതികളുടെ സാക്ഷികളാകണം. അതേ സമയത്ത് എതിരഭിപ്രായമുള്ളവരോട്, അവരോട് നിങ്ങളുടെ ആ എതിരഭിപ്രായം അവരോട് അനീതി കാണിക്കാൻ ഏതെങ്കിലും അർത്ഥത്തിൽ ഉപാധികളാക്കാൻ പാടില്ല എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. സമത്വവും തുല്യനീതിയും ഉള്ള സാമൂഹിക അവസ്ഥയിൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ, അസ്തിത്വം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനാകൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ലഭിച്ച് 7.5 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും രാജ്യത്ത് ഇന്ന് സർവ്വസാധാരണമായി, സാർവത്രികമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ അത് വ്യാപകമാണെങ്കിൽ കേരളത്തിലും ദളിതരും ആദിവാസികളും ജാതിയിൽ താഴ്ന്നവരെന്ന് നമ്മൾ ഗണിക്കുന്നവരുമൊക്കെ ജോലി ചെയ്ത സ്ഥാപനങ്ങളും ഓഫീസുകളുമൊക്കെ ശുദ്ധികലശം നടത്തുന്ന ഒട്ടും പുരോഗമനമല്ലാത്ത പ്രവൃത്തി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാട് അതാണ്. നിങ്ങൾ എല്ലാവരും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും പിറന്ന് വളർന്ന് വികസിച്ചവരാണ്, വളർന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാറി നിൽക്കാനും തൊട്ടുകൂടാത്തതിനുമുള്ള കാരണങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഇല്ല എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനമായ ആശയം. വ്യത്യസ്ത ഇടങ്ങളിൽ ഇടപെടുന്നവരാണ് നമ്മൾ. സമൂഹത്തിന്റെ വ്യത്യസ്ത അടരുകളിൽ കർഷകരുണ്ട്, തൊഴിലാളികളുണ്ട്, ബിസിനസ്സുകാരുണ്ട്, ജോലിക്കാരുണ്ട്, പണമുള്ളവരും ഇല്ലാത്തവരുമുണ്ട്, രക്ഷിതാക്കളും മക്കളുമുണ്ട്, അധ്യാപകരും വിദ്യാർത്ഥികളുമുണ്ട്. ഈ സമൂഹത്തിന്റെ വ്യത്യസ്ത അടരുകളിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ ഏറ്റവും നല്ലവനാകണമെന്ന, ഏറ്റവും നല്ലൊരു മനുഷ്യനാകണം എന്ന സന്ദേശം നോക്കൂ. നിങ്ങൾ ഈ യാത്രയിലുടനീളം ഉസ്താദ് ഉയർത്തിപ്പിടിക്കുന്ന ഈ ആശയത്തിന്റെ മൂല്യം, നിങ്ങൾ വ്യത്യസ്ത മതക്കാരാകട്ടെ, നിങ്ങളുടെ വിശ്വാസം വ്യത്യസ്തമാകട്ടെ, നിങ്ങളുടെ സംസ്കാരവും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധാനവും അതെന്തുമാകട്ടെ, മനുഷ്യരെന്ന അർത്ഥത്തിൽ നമുക്ക് ചേർന്നു നിൽക്കാൻ കാരണങ്ങൾ ഉണ്ടായിരിക്കെ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, മാറ്റി നിർത്തേണ്ടതിന്റെ, നമ്മൾ എന്ന കള്ളിയിൽ നിന്ന് മറ്റുള്ളവരെ പിടിച്ച് പുറത്തെറിയേണ്ടുന്നതിന്റെ കാരണങ്ങൾ നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്നതാണ് ഉസ്താദ് അവിടുത്തെ ജീവിതം കൊണ്ട് നമുക്ക് മുമ്പിൽ തെളിയിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഭരണ കൈകാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, നമ്മുടെ വേദിയിലുണ്ട്. ഈ ഭരണം നിർവഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറെ ആശയങ്ങൾ, ഈ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, വികസനങ്ങളുടെ പേരിൽ മറ്റു പല താല്പര്യങ്ങൾക്കും വേണ്ടി കുടിയിറക്കപ്പെട്ടു പോയ മനുഷ്യരുടെ വേവലാതികൾ ഇന്ന് നമുക്കൊരു വാർത്തയല്ലാതായിരിക്കുന്നു. നമ്മൾ ഇടുക്കിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുടിയിറക്കപ്പെട്ട കർഷകരായ മനുഷ്യരുടെ പ്രതിഷേധങ്ങൾ 1961 നടന്ന അമരാവതി സമരം നമുക്ക് ഓർമ്മയുണ്ട്. ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി കുടിയിറക്കപ്പെട്ട മനുഷ്യർ നടത്തിയ അയ്യപ്പൻകോവിൽ സമരം, അങ്ങനെ ദീർഘമായ സമരങ്ങളുടെ, കുടിയിറക്കപ്പെട്ടു പോയ ദുർബലരായവരുടെ സമരങ്ങളുടെ വലിയ ചരിത്രം പേറുന്ന മണ്ണുകൂടെയാണ് ഈ ഇടുക്കി. ഈ വികസന താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യർ കുടിയിറക്കപ്പെടുകയും ഇവിടുത്തെ പ്രകൃതി ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മാധവ് ഗാഡ്ഗിൽ മരണപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസമാണ്. ഡൽഹിയിലെ ആരവല്ലി മലനിരകൾ കുത്തിയിടിക്കാനും അവിടെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാനും വേണ്ടിയുള്ള ശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള അംഗീകാരങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് രാജ്യത്ത് നിന്ന് നമ്മൾ കേട്ടത്. വൈരുദ്ധ്യമെന്ന് പറയട്ടെ, മനുഷ്യർക്ക് വേണ്ടി ഇടപെടുകയും മനുഷ്യരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും ചെയ്യേണ്ടുന്നവർ തന്നെ കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഭീതിതാവസ്ഥ, അത് തീർത്തും ആശങ്കാജനകമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഭൂപടത്തിൽ നിന്ന് മനുഷ്യർ തുടച്ചു നീക്കുമ്പോൾ അവർ ഓർമ്മകളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്നു എന്ന് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതിയിൽ ആനന്ദ് പറയുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യരുടെ ഭൂപടത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന പ്രളയങ്ങളുടെ കാലത്ത്, ദുരിതങ്ങളുടെ കാലത്ത്, പ്രകൃതി പ്രതിഭാസങ്ങളുടെ പലതരം കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന പരശതം മനുഷ്യർക്ക് നൂറുകണക്കിന് ദാറുൽ ഖൈർ ഭവന പദ്ധതിയിലൂടെ വീടുകൾ നിർമ്മിച്ചു നൽകി പുനരധിവാസ പ്രവർത്തനത്തിന്റെ പ്രായോഗികത ഇവിടെ പരിചയപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ജമാഅത്ത്.
മനുഷ്യർക്കൊപ്പം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് അത് കേവലം ഒരു സിദ്ധാന്തത്തിന്റെ ഫലമുള്ള ആശയം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അത് പ്രയോഗിച്ചു കാണിച്ചു തന്നെയാണ് എന്നത് നമുക്ക് സന്തോഷകരമാണ്. മതം, വിശ്വാസം, സംസ്കാരം, വേഷം, ഭാഷ തുടങ്ങി വൈവിധ്യങ്ങളുടെ വിവിധതരം കാരണങ്ങൾ, ഈ കാരണങ്ങൾ മുഴുവനും അധീശത്വം ഉറപ്പിക്കാനുള്ള ഉപാധികളാക്കുകയും ശേഷി കുറഞ്ഞവരുടെ അസ്തിത്വം തകർത്ത് അവരെ അപരവൽക്കരിക്കുകയും ചെയ്ത് അവരുടെ അധികാരം കൂടെ കൈയാളാനുള്ള ശ്രമങ്ങളുടേതാണ് പുതിയ ലോകത്തിന്റെ ക്രമം. ഗസയും റോഹിംഗ്യകളും തുടങ്ങി ആ പട്ടിക നീണ്ടു നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും ഒടുവിലത്തെ തുടരുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഉദാഹരണത്തിൽ ഏറ്റവും ഒടുവിലത്തതാണ് വെനിസ്വേല എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. അഭയാർത്ഥികളുടെ പ്രവാഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയായ UNHCR പറയുന്ന കണക്കനുസരിച്ച് 2016 6.5 കോടിയായിരുന്നു ലോകത്തെ അഭയാർത്ഥികളുടെ എണ്ണമെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് 12.5 കോടിയും കവിഞ്ഞ് മുന്നോട്ട് പോകുന്നു എന്ന ദുരിതവർത്തമാനം നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അഭയാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്കൊന്നൊരു വാർത്ത പോലുമല്ല. ഗ്ലോബൽ സിറ്റിസൺ അഥവാ ആഗോള പൗരത്വം എന്ന മാനവിക വിശാലതയുള്ള ഒരു ആശയം സമൂഹത്തിൽ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്ന അതേ കാലത്തു തന്നെയാണ് ലോകത്തെ വൻകരകളും വൻകിട രാജ്യങ്ങളും അഭയാർത്ഥികളുടെ മുമ്പിൽ വാതിലുകൾ കൊട്ടിയടക്കുന്നത് എന്നത് നമുക്ക് കൂടുതൽ ആലോചനയ്ക്ക് വക നൽകുന്നുണ്ട്. ഫലസ്തീൻ കവി മുഹമ്മദ് ദർവിഷ് പറയുന്നു, രേഖപ്പെടുത്തുക, ഞാനൊരു അറബിയാണ്, കല്ലുമടയിൽ ഞാൻ പണിയെടുക്കുന്നു അധ്വാനിക്കുന്നവരോടൊപ്പം. എനിക്ക് 8 മക്കളുണ്ട്. അവർക്കായി ഞാൻ ഈ പാറക്കൂട്ടങ്ങളിൽ നിന്ന് അപ്പവും വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഞാൻ തല്ലിയെടുക്കുന്നു. നിന്റെ പടിവാതിൽക്കൽ ഭിക്ഷയാചിക്കാൻ ഞാൻ വരില്ല. നിന്റെ കൊട്ടാരമുറ്റത്ത് ഞാൻ വിനീതനാകില്ല. അപ്പോൾ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന നൂറ്റാണ്ടുകളുടെ അടിച്ചമർത്തലിന്റെ പ്രഹരശേഷിയിൽ നിന്നും മഹമ്മൂദ് ദർവീഷ് ഫലസ്തീനിൽ നിന്ന് ചോദിക്കുകയാണ്. കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന ലോകം അത് ഭീതിതമാണ്. ഗസയിൽ ഈ അവസാനത്തെ വർഷങ്ങളിൽ മാത്രം നടന്ന വംശീയ ഉന്മൂലനത്തിന്റെ ഫലമായി 17,000-ലധികം കുഞ്ഞുങ്ങളാണ് മരിച്ചു വീണത്. 19,000-ലധികം കുഞ്ഞുങ്ങൾ അനാഥരാക്കപ്പെട്ടിരിക്കുന്നു. 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുകയും വേദന തിന്ന് നരകജീവിതം നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പട്ടിണി, രോഗങ്ങൾ, മാനസികാഘാതം തുടങ്ങി ലക്ഷക്കണക്കായ കുഞ്ഞുങ്ങൾ ദുരിതം അനുഭവിക്കുന്ന ഒരു വർത്തമാനം നമ്മുടെ ലോകത്ത് ഇന്നുണ്ട്. കുഞ്ഞുങ്ങൾ പുഞ്ചിരിക്കാത്ത ലോകം അത് മരണവീട് പോലെയാണ്. ഗസ ഈസ് ബിക്കമിങ് എ ഗ്രേവ്യാർഡ് ഫോർ ചിൽഡ്രൻ എന്ന അന്റോണിയോ ഗുട്ടറസ്, ഗസ ഇന്ന് കുഞ്ഞുങ്ങളുടെ ശ്മശാന ഭൂമിയാകുന്നു എന്ന് UNOയുടെ സെക്രട്ടറി ജനറലിന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടുകൂടെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാകണം. എല്ലാ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം ഈ ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. ഈ പട്ടിണി ഇല്ലാതാവുക എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനമായ അജണ്ടയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവസാനിപ്പിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്ന ഒരു അനുചരൻ, എനിക്ക് ജോലിയില്ല, ദാരിദ്ര്യമാണ്, വീട്ടിൽ പട്ടിണിയാണെന്ന് പറഞ്ഞപ്പോൾ ആ കൂടെയുള്ളവരിൽ നിന്ന് 2 നാണയം പിരിച്ചെടുത്ത് 1 നാണയത്തിന് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം വാങ്ങി നൽകൂ എന്ന് പറഞ്ഞയക്കുകയും ബാക്കി 1 നാണയവുമായി വന്ന അനുചരനോട് പോയി കോടാലി വാങ്ങി വന്ന് വിറക് പോയി വെട്ടി അത് അങ്ങാടിയിൽ വിറ്റിട്ട് അതിന്റെ ലാഭവുമായി വരൂ എന്ന് നിർദ്ദേശിച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന നമ്മുടെ ഒരു കോൺസെപ്റ്റ് രൂപപ്പെടുന്നതിന്റെ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഏറ്റവും പ്രായോഗികമായ രീതികൾ പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധങ്ങളും സംഘർഷങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും സാമ്പത്തിക അസമത്വങ്ങളും ഒക്കെ ലോകത്ത് പിന്നെയും പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അത് മറികടക്കാനുള്ള വ്യത്യസ്തതരം ആലോചനകൾക്ക് പകരം സ്വാർത്ഥമായ തങ്ങളുടെ അജണ്ടകൾക്കനുസരിച്ച് ഭരണക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഭരണകർത്താക്കളുടെ നിലവിലെ അവസ്ഥ എന്നത് നമ്മളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസവും 25,000 മനുഷ്യരാണ് ലോകത്ത് പട്ടിണി കൊണ്ട് മരിക്കുന്നത്. അതായത് 4 സെക്കൻഡിൽ ഒരു മനുഷ്യൻ ലോകത്ത് പട്ടിണി മൂലം മരിക്കുന്നുണ്ട് എന്നത് കുറച്ചേറെ ദയനീയമാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്. വിഭവങ്ങളുടെ തുല്യമായ വിതരണത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല.
നോബൽ സമ്മാനം നേടിയ അമർത്യ സെൻ, ലോകത്തെ ഏറ്റവും നന്നായി പട്ടിണിയെക്കുറിച്ച് ഗവേഷണം നടത്തിയ അദ്ദേഹം പറയുന്നത് ഇവിടെ വിഭവങ്ങളുടെ കുറവല്ല, മറിച്ച് ആ വിഭവങ്ങളുടെ വിതരണത്തിലെ അനീതിയാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണമെന്ന്. അങ്ങനെ സമൂഹത്തിന്റെ വ്യത്യസ്ത അടരുകളിൽ നമ്മൾ ജീവിക്കുന്ന കച്ചവടക്കാരോട്, കർഷകരോട്, തൊഴിലാളികളോട്, എല്ലാവരോടും ഏറ്റവും നല്ല മനുഷ്യരാവുകയും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാ ജനങ്ങളോടും സ്നേഹത്തോടെ, സൗഹൃദത്തോടെ ഇടപെടുകയും ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകതയാണ് മനുഷ്യർക്കൊപ്പം എന്ന ഈ ശീർഷകത്തിന്റെ അടിസ്ഥാനപരമായ താല്പര്യം. വിവിധതരം പ്രശ്നങ്ങൾ, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഡെമോഗ്രഫിക് അനാലിസിസിൽ ഏറ്റവും കൂടുതൽ വൃദ്ധന്മാർ വർദ്ധിച്ചു വരുന്നു. നമ്മളൊരു ഏജിംഗ് സൊസൈറ്റിയായി മാറുന്നു. അങ്ങനെ ഒരു ഏജിംഗ് സൊസൈറ്റി ആകുമ്പോൾ വൃദ്ധന്മാർ വർദ്ധിക്കും. അവരുടെ പുനരധിവാസം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. യൗവനകാലത്ത് നികുതി വാങ്ങിയ ഒരു മനുഷ്യൻ, അദ്ദേഹം കൂടുതൽ രോഗസങ്കീർണതകളിൽ വ്യാപരിക്കുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പെൻഷൻ ഏർപ്പെടുത്തുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ നികുതി വാങ്ങിയിട്ട് ഇപ്പോൾ അദ്ദേഹത്തോട് അനീതി ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധങ്ങളിൽ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നത് സർവ്വസാധാരണമായിരിക്കുന്നു. ഈ എല്ലാ മനുഷ്യരെയും ചേർത്തു നിർത്തുക എന്ന ഉത്തരവാദിത്വമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കെ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ സംഘടനകൾ നടന്നുകൊണ്ടിരിക്കെ, കൂട്ടത്തിൽ ഒരാൾക്കൂട്ടം, ആ ആൾക്കൂട്ടത്തിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പറഞ്ഞയക്കുന്നു. നോക്കൂ എന്താണത് എന്ന്. അദ്ദേഹം പോയി നോക്കി പറയുന്നു, അവിടെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. അല്പം ദേഷ്യത്തോടുകൂടെ, ഗൗരവത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ പറഞ്ഞയക്കുന്നുണ്ട്, സേനാനായകനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്. പോകൂ, ഖാലിദിനോട് പറയൂ, സ്ത്രീകളും യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തവരും കൊല്ലപ്പെടരുത്, ആക്രമിക്കപ്പെടരുത്, അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകുന്നുണ്ട്. എല്ലാ അത്തരം സമരസന്നദ്ധ ഘട്ടങ്ങളിലും എല്ലാ മനുഷ്യരെയും സ്നേഹത്തോടെ, സഹവർത്തിത്വത്തോടെ ചേർത്തു പിടിക്കേണ്ട വലിയ വിശാലമായ കാഴ്ചപ്പാടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം സ്വീകരിക്കുകയും ഈ രാഷ്ട്രീയ ശരികളുടെ പക്ഷത്തു നിന്ന് ഉണർവുള്ള ഒരു സമൂഹം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നമ്മൾ ജാഗ്രതയോടെ ഉണ്ടാവുകയും വേണം. എല്ലാ ശരികേടുകൾക്കുമെതിരെയുള്ള നമ്മുടെ നിലപാടാണ് മനുഷ്യർക്കൊപ്പം എന്നത്. ഈ ശരികേടുകൾക്കെതിരെ നീതിയുടെ പക്ഷത്ത്, ധാർമ്മികതയുടെ പക്ഷത്ത്, സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഭാഷയിൽ നമുക്കൊരുമിച്ചു ചേർന്നു നിന്ന്, നമ്മൾ വ്യത്യസ്ത അസ്തിത്വമുള്ളവരാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ മതം, സംസ്കാരം, അങ്ങനെ വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും മനുഷ്യർ എന്ന വിശാലതയിൽ നമ്മൾ ഒരുമിച്ചു നിന്ന് ക്ഷേമപൂർണമായ നാളേക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകളെ പ്രയോഗിക്കുകയും അങ്ങനെ നല്ല നാളെകളിലേക്ക്, വെളിച്ചമുള്ള നാളെകളിലേക്ക്, കുഞ്ഞുങ്ങൾ പുഞ്ചിരിക്കുന്ന നാളെകളിലേക്ക്, അഭയാർത്ഥികളില്ലാത്ത നാളെകളിലേക്ക്, എല്ലാ പൗരന്മാർക്കും സാമ്പത്തികവും രാഷ്ട്രീയവുമായ സുരക്ഷയുള്ള നാളെകളിലേക്കുള്ള വെളിച്ചമാണ് നമ്മൾ കൊളുത്തിയെടുക്കേണ്ടത്. അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ യാത്രയും എന്ന് സൂചിപ്പിച്ച് അഭിവാദ്യങ്ങൾ അറിയിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.